الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم يا أيها الناس إن وعد الله حق فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور إن الشيطان لكم عدو فاتخذوه عدوا إنما يدعو حزبه ليكونوا من أصحاب السعير الذين كفروا لهم عذاب شديد والذين آمنوا وعملوا الصالحات لهم مغفرة وأجر كبير. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹുവിനെ വിശ്വസിച്ചുകൊണ്ട് അവനെ അറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അവനോട് ഭക്തിപൂർവം ജീവിക്കുവാൻ അല്ലാഹുവിനോടും മനുഷ്യരോടും ഉള്ള ബാധ്യതകൾ നിർവഹിക്കുവാനും ശ്രമിച്ചുകൊണ്ടിരിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുകയാണ്. അറിവാണ് ഏത് കാര്യത്തിൻ്റെയും അടിസ്ഥാനം. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നതും പഠിക്കുന്നതും കേൾക്കുന്നതും അതുപോലെ നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നതുമെല്ലാം ജീവിതത്തിൽ ലക്ഷ്യം കാണണമെങ്കിൽ അറിവ് വേണം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനുണ്ടാവേണ്ട ഏറ്റവും വലിയ അറിവ് അവന്റെ റബ്ബിനെ പറ്റിയും ദീനിനെ പറ്റിയുമാണ്. ആദ്യമായിട്ട് എല്ലാ അറിവും സമ്പാദിക്കൽ നിർബന്ധമാണെങ്കിലും വലിയ വലിയ അറിവുകൾ നേടി അതിൻ്റെ പേരിൽ എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായാലും പടച്ചവനെ അറിയില്ല എന്നുണ്ടെങ്കിൽ, തൻ്റെ ദീനിനെ പറ്റി അറിയില്ല എന്നുണ്ടെങ്കിൽ അത് നഷ്ടം തന്നെയാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഇലാഹില്ല, ആരാധനയ്ക്കർഹനില്ല എന്ന് നീ ഇൽമ നേടണം. ഫഅലം, നീ അറിവ് നേടണമെന്നാണ് അല്ലാഹു നമ്മളോട് കൽപ്പിച്ചത്. എന്ന് മാത്രമല്ല
എല്ലാ നമസ്കാരത്തിലും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത് എന്ന് തുടങ്ങുന്ന തശഹൂദിലെ തഹിയ്യാത്തിലെ പ്രാർത്ഥന. അല്ലാഹുവേ, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് ഞാൻ എന്നോട് രക്ഷ തേടുന്നു എന്നാണ്. ആ ശിക്ഷയ്ക്ക് കാരണമാകുന്ന മലക്കുകളുടെ സുആൽ, ചോദ്യം, മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്, വമാ ദീനുക, എന്താണ് നിന്റെ ദീന്, വമൻ നബിയുക, നിന്റെ നബി ആരാണ്. ഈ 3 കാര്യമായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ശാശ്വത ജീവിതത്തിന്റെ ഒന്നാമത്തെ കവാടം ഖബറാണ്. അവിടെ നിന്ന് അങ്ങോട്ടാണ് പരലോകത്ത് വിചാരണ, ബാക്കിയുള്ള കാര്യങ്ങൾ, സിറാത്ത്, മീസാന്, അവസാനം സ്വർഗത്തിലോ നരകത്തിലോ എന്നിങ്ങനെയുള്ള അന്തിമ തീർപ്പ്. അതിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒന്നാമത്തെ ആഖിറത്തിലെ ഭവനമോ കവാടമോ ഇടത്താവളമോ ഖബറാണ്. അതാണ് ഒരു വിശ്വാസി നമ്മൾ വിശ്വസിക്കേണ്ട കാര്യം. അതാണ്. അതുകൊണ്ടാണ് നമസ്കാരത്തിൽ അങ്ങനെ ഒരു പ്രാർത്ഥന അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. അപ്പൊ അവരിലുള്ള ചോദ്യം നിന്റെ റബ്ബ് ആരാണ് എന്നാണ്. ജന്മനാ എല്ലാവർക്കും റബ്ബിനെ പറ്റിയൊരു ധാരണയുണ്ട്. ഇതെല്ലാം സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന പടച്ചോൻ, എല്ലാം സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന പടച്ചോൻ. ആ ഒരു ധാരണയേക്കാൾ അധികം റബ്ബിനെ പറ്റി പരിചയപ്പെടുത്തി തരാനാണ് അമ്പിയാക്കന്മാര് വന്നത്. അതാണ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന ആ ഒരു സമൂഹം, മുശ്രിക്കുകളായിട്ടുള്ള ആളുകൾ, അവർ നല്ല നിലക്കല്ലാത്തത് കൊണ്ടാണ്, നേരെ ചൊവ്വെ അള്ളാഹുവിനെ പറ്റി അറിയാത്തത് കൊണ്ടാണ് ഒരു നബി വന്നത്. അല്ലെങ്കിൽ അവരങ്ങോട്ട് വിട്ടാൽ മതിയായിരുന്നല്ലോ. ആ പ്രവാചകൻ വന്നപ്പോൾ അവർ വിശ്വാസികളാണ്. എന്തായിരുന്നു അവരുടെ വിശ്വാസം? അവർക്ക് റബ്ബിനെ പറ്റി കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു, പഠിച്ചവനെ പറ്റി. അതുകൊണ്ട് തന്നെയാണ് അവർ വിശ്വസിക്കുന്ന റബ്ബിന് വേണ്ടി ബലികർമ്മം നടത്തുകയും ത്യാഗം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നത്. ഖുൽ, നബിയെ, നിങ്ങൾ അവരോട് ചോദിച്ചു നോക്ക്, മൻ യർസുഖുക്കും മിനസ് സമാഇ വൽ അർദ്, ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് റിസ്ക് തരുന്നവൻ ആരാണ്? അമ്മ യംലിക്കു സമഅ വൽ അബ്സാർ, നിങ്ങളുടെ കാതും കണ്ണുകളും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ അറിവും നിങ്ങളുടെ കഴിവുകളുമൊക്കെ ഉടമപ്പെടുത്തുന്ന മാലിക് ആരാണ്? വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വയുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യി, ജീവനില്ലാത്തതിൽ നിന്നും ജീവനില്ലായ്മയിൽ നിന്നും നിങ്ങളെയൊക്കെ ആകുന്ന ജീവികളെ ഭൂമിയിൽ ഉണ്ടാക്കുന്ന, ജീവൻ നൽകുന്നവനാരാണ്, മരിപ്പിക്കുന്നവനാരാണ് എന്നൊക്കെ നിങ്ങൾ അവനോട് ചോദിച്ചു നോക്കൂ. വമൻ യുദബ്ബിറുൽ അംറ, ഈ പ്രപഞ്ചത്തിന്റെ സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, നക്ഷത്രങ്ങൾ, ചന്ദ്രനക്ഷത്രാദികൾ, ഇവിടെയുള്ള കാറ്റും കോളും ഇടിയും മിന്നലും കടലും കരയും, ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന മുദബ്ബിർ, നിയന്ത്രകൻ ആരാണ് എന്ന് നിങ്ങൾ ആ മുശ്രിക്കുകളായിട്ടുള്ള ആളുകളോട് ചോദിച്ചു നോക്കൂ. ഫസയഖൂലൂന അല്ലാഹ്, അവർ പറയും അല്ലാഹയാണ് എന്ന്. അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന ഇത് റബ്ബാണ് എന്നവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ഫഖുൽ അഫലാ തത്തഖൂൻ, നിങ്ങൾ അവരോട് പറയും, അഫലാ തത്തഖൂൻ, ഇതൊക്കെ റബ്ബാണ് ചെയ്യുന്നതെങ്കിൽ ആ റബ്ബിനോട് തന്നെ നിങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൂടെ? നിങ്ങൾ എന്താ സൂക്ഷിക്കാത്തത്? നിങ്ങൾക്ക് എന്താ ഒരു സൂക്ഷ്മതയില്ലാത്തത്? അപ്പൊ അല്ലാഹു തആല അവരെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ വിശ്വസിക്കുന്ന ജീവനും മരണവും നൽകുന്ന, റിസ്ക് നൽകുന്ന, ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു ഖാലിഖും സൃഷ്ടാവും നിയന്ത്രാവും റാസിഖുമൊക്കെയായ അള്ളാഹുവാണ് അതെന്ന് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ആ അള്ളാഹുവിനെ തന്നെ ആരാധിച്ചുകൂടെ? ഖുൽ അഊദു ബിറബ്ബിൽ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ്. നിങ്ങൾ പറയണം ഔദു ബിറബ്ബിൻ നാസ്, ജനങ്ങളെല്ലാം വളർത്തുന്ന റബ്ബുണ്ടല്ലോ, നിങ്ങൾ പറയുന്ന റബ്ബ്. മലിക്കിൻ നാസ്, ജനങ്ങളുടെ രാജാവായ റബ്ബ്.
അവൻ തന്നെയാണ് ഇലാഹിന്നാസ്, ജനങ്ങളുടെ ആരാധ്യൻ. ആരൊക്കെയാണോ ഇത് നിയന്ത്രിക്കുന്നത്, ആരാ മഴ തരുന്നത്, ആരാ വെള്ളം തരുന്നത്, ആരാ ജീവൻ നൽകിയത്, ആരാ മരിപ്പിക്കുന്നത്, ആരാണ് ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നത്, അവനെ നിങ്ങൾക്ക് ഇലാഹാക്കാൻ പറ്റുള്ളൂ, ആരാധിക്കാൻ പറ്റുള്ളൂ. അവനോടാണ് നിങ്ങൾ ദ്വാരിക്കേണ്ടത്, അവന്റെ മുമ്പിലാണ് നിങ്ങൾ സുജൂദ് ചെയ്യേണ്ടത്, അവനോടാണ് നിങ്ങൾ സങ്കടം പറയേണ്ടത്. അവിടെയാണ് വിശ്വാസികളായിരുന്ന, റബ്ബിനെ പറ്റി വിശ്വാസമുണ്ടായിരുന്ന മക്കയിലെ മുശ്രിക്കുകളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിൽ തെറ്റിപ്പിരിയുന്നത്. അവർക്ക് റബ്ബിനെ പറ്റി വിശ്വാസമുണ്ടായിരുന്നു, എന്നാൽ ആരാധിക്കപ്പെടേണ്ടവൻ ആ റബ്ബ് തന്നെയാണ് എന്ന് അവർക്ക് വിശ്വാസമുണ്ടായിരുന്നില്ല. എന്തിനാണ് അങ്ങനെയൊക്കെയാണ് റബ്ബാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഈ ദേവീ ദേവന്മാരെ, ഇലാഹുകളെ, ലാത്തേനെയും മുസ്സനെയും മരിച്ചുപോയ ആളുകളുടെ പേരിൽ വെക്കപ്പെട്ട കല്ലിനെയും മരങ്ങളിലേക്ക് ആരാധിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവരൊക്കെ റബ്ബിന്റെ സൃഷ്ടികളും അള്ളാഹുവിങ്കലേക്ക് നമ്മളെ അടുപ്പിക്കാൻ വേണ്ടി ഇടനിൽക്കുന്നവരുമാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ അവരോട് ആരാധിക്കുന്നത് എന്നായിരുന്നു മക്കാ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്. ഈ ഒരു ധാരണ, ആരാണോ വെള്ളം തരുന്നത്, ജീവൻ തരുന്നത്, മരണം തരുന്നത്, ആ മുദബ്ബിറുൽ അംർ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണോ അവനെ തന്നെയാണ്, അവനോടാണ് പ്രാർത്ഥിക്കേണ്ടത്, അവനോടാണ് വഴിപാടുകളും നേർച്ചകളും നടത്തേണ്ടത്, അവനാണ് ഇലാഹ്, ഉലൂഹിയ്യത്ത് അവന് തന്നെ നിങ്ങൾ കൊടുക്കണം. നിങ്ങൾ റുബൂബിയ്യത്ത് എന്ന് പറയുന്ന എല്ലാം സംരക്ഷിച്ച് വളർത്തുന്നത് അള്ളാഹുവാണെന്നും, എന്നാൽ ഇവിടെയുള്ള നിയന്ത്രിക്കുന്നതൊക്കെ അള്ളാഹുവാണെന്നും, എന്നാൽ നിങ്ങളുടെ ആരാധനയും വഴിപാടും അത് ഭൂമിയിലെ സൃഷ്ടികൾക്കാണെന്നും, അത് രണ്ട് പാടില്ല, ഒന്ന് തന്നെയാണ്. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ്, ജനങ്ങളുടെ റബ്ബ്, ജനങ്ങളുടെ രാജാവ് അവൻ തന്നെയാണ് ജനങ്ങളുടെ ഇലാഹ്. ഈ ഒരു വ്യത്യാസം അടിസ്ഥാനപരമായി ഉണ്ടായിരുന്നു. എന്നാൽ ആ വ്യത്യാസം പിന്നീട് ഇല്ലാതെയായി പോകുന്നതാണ് പിന്നെ മനുഷ്യലോകത്ത് കണ്ടത്. അല്ലാഹു തആല പറഞ്ഞു, വമാ യുമിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന മനുഷ്യന്മാരെ, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവര് പകുതി കാര്യത്തിലൊക്കെ അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും അള്ളാഹുവിനും, എന്നാൽ അവരുടെ കാര്യങ്ങൾ, അവരുടെ മനസ്സറിയുന്ന, അവരുടെ കാര്യങ്ങൾ ശരിയാക്കി തരുന്ന, അവർക്ക് ഉപകാരവും ഉപദ്രവവും ഒക്കെ ചെയ്യുന്നത് അത് വേറെ ഒരാളുകളാണ്, മഹാന്മാരാണ്, ലാത്തയാണ്, ഉസ്സയാണ്, മനാത്തയാണ്, അതുപോലെ നാഹിലയാണ്, ഇസാഫാണ്, അവരുടെയൊക്കെ ഓരോരോ മഹാന്മാരാണ്, ശൈഖുമാരാണതൊക്കെ, അവരുടെ പേരിലുണ്ടാക്കിയ കല്ലുകളാണതൊക്കെ. അങ്ങനെയുള്ള മഹാന്മാരാണ് രക്ഷപ്പെടുത്തുന്നത് എന്ന വിശ്വാസം നിലനിർത്തിക്കൊണ്ടാണ് പഠിച്ചവരിൽ അവർ വിശ്വസിക്കുന്നത്. അധിക പേരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, അള്ളാഹുവിൽ പങ്കു ചേർത്തിക്കൊണ്ടല്ലാതെ. ഇവിടെയാണ് ഇസ്ലാമിന്റെ ആ അഖീദ, നമ്മുടെ തൗഹീദിന്റെ അഖീദ വേർതിരിയുന്നത്. ആരാണോ നമുക്കിതെല്ലാം സംരക്ഷിച്ച്, ചിലപ്പോൾ മഴ വന്നു, വെള്ളപ്പൊക്കം വന്നു, വെയിലുണ്ടാവുന്നു, അതിശക്തമായ ചൂടുണ്ട് ഒരു ഭാഗത്ത്, നമുക്കൊരുപാട് റിസ്ക് നൽകുന്നു, നമുക്കെല്ലാ കാര്യങ്ങളും നൽകുന്നു, മരിക്കുന്നു, ജനിക്കുന്നു, ഇതൊക്കെ പഠിച്ചവനാണ്. ആ പഠിച്ചവനോട് തന്നെയാണ് നമ്മൾ ദ്വാരിക്കേണ്ടതും പറയേണ്ടതും എന്ന വിശ്വാസത്തിൽ നിന്ന് ജനങ്ങൾ തെറ്റിപ്പോകുന്നു എന്നാണ് പറയുന്നത്. അധിക പേരും അല്ലാഹുവിൽ വിശ്വസിക്കുന്നത് പങ്കു ചേർത്തുകൊണ്ടാണ്, വേറെ ആളുകൾ ചിലതിനൊക്കെ ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമു സ്സാഅത്തു, ഇനി ഖിയാമത്ത് നാൾ വരില്ല. അതായത് ഈ വിശ്വാസം, ഈ വേർതിരിവ് പോകും. മക്കാ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്ന എല്ലാം രക്ഷിതാവാണ്, പക്ഷേ നമ്മളെ രക്ഷപ്പെടുത്താനും നമ്മളെ കാര്യങ്ങൾ നിയന്ത്രിക്കാനും സൃഷ്ടികളുണ്ട് എന്ന ഈ വിശ്വാസം തിരിച്ചു വരും. നബി പറഞ്ഞു, ലാ തഖൂമു സ്സാഅത്തു, ഖിയാമത്ത് നാൾ വരില്ല, ഹത്താ തൽഹഖ ഹയ്യും മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ, എന്റെ സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകൾ ശിർക്ക് ചെയ്യുന്നവർ എന്താണോ ചെയ്യുന്നത്, മുശ്രിക്കീകൾ എന്ത് ചെയ്യുന്നുവോ അതൊക്കെ ചെയ്യും. അവരവിടെ ബലി കൊടുക്കും, ഇവിടെ തവാഫ് ചെയ്യും, ചുറ്റിക്കറങ്ങും, അവിടെ വഴിപാടുകൾ നടത്തും, അവിടെ കൊട്ടും കൊരവയും നടത്തി അവർ അല്ലാഹുവല്ലാത്തവർക്ക് മുശ്രിക്കുകൾ എന്തൊക്കെ ചെയ്തിരുന്നോ അതൊക്കെ മുസ്ലിമീങ്ങൾ ചെയ്യുന്ന, റബ്ബ് അല്ലാഹുവാണെന്ന് പറഞ്ഞിരുന്ന ആളുകൾ ചെയ്യാതെ ഖിയാമത്ത് നാൾ വരില്ലെന്ന് പറഞ്ഞാൽ ഈ തൗഹീദിൽ നിന്ന് ജനങ്ങൾ ഇല്ലാതെയായി പോകും.
ولا ولا وحتى تلحق فئام من أمتي يعبدون الأصنام. എന്റെ സമൂഹത്തിലുള്ള ഒരു വിഭാഗം ബിംബങ്ങളെ ആരാധിക്കുന്നിടത്ത് വരെ എത്തും. അതിനാണല്ലോ നബി വന്നത്. അള്ളാഹുവാണ് ലോകത്തെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്നവരെന്നുള്ള വിശ്വാസം പറയാനല്ല വന്നത്. അതവർക്ക് വിശ്വാസമുണ്ട്. പക്ഷെ ലാത്തയും ഉസ്സനെയും നിങ്ങൾ വിശ്വസിക്കരുത്. ഇബ്രാഹിം നബിനെ നിങ്ങൾ ആരാധിക്കണ്ട, ഇസ്മായിൽ നബിനെ ആരാധിക്കരുത്. കഅബത്തിന്റെ ചുറ്റുഭാഗത്ത് വെച്ച 300 ചില്ലാനം ഔലിയാക്കളുടെയും സാലിഹ്യങ്ങളുടെയും പേരിൽ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത്. നിങ്ങൾ ഏകനായ റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന് പറയാനാ വന്നത്. ആ ഔസാനുകൾ, ബിംബങ്ങളെ മുസ്ലിമീങ്ങൾ തിരിച്ച് ആരാധിക്കുന്നിടത്ത് എത്തുന്നത് വരെ ഖിയാമത്ത് നാൾ ഉണ്ടാവില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചതാണ്. ആ പ്രവചനം പിൽക്കാലത്ത് ഉത്തമ നൂറ്റാണ്ടുകൾ എന്ന് പറയുന്ന ആദ്യ നൂറ്റാണ്ടുകൾക്ക് ശേഷം വളരെ കൂടുതൽ പ്രകടമായി വന്നിട്ടുണ്ട്. സൂഫികൾ വന്നു. ഈ ഒരു വിശ്വാസത്തിൽ നിന്ന് സൂഫികൾ എന്ന് പറഞ്ഞാൽ, സൂഫ് എന്ന് പറഞ്ഞാൽ കമ്പിളി, രോമം. അതായത് സമൂഹത്തിൽ നിന്ന് മാറി കമ്പിളി പുറച്ച് അതൊരു സിമ്പലായിരുന്നു അവരുടെ. അവര് ഒറ്റപ്പെട്ട് ജീവിച്ച് അവസാനം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സമൂഹത്തിൽ വളർന്നു വന്ന് കുഫ്ർ വരെ എത്തി. തരീഖത്തുകൾ ഉണ്ടായി. ജീലാനി തരീഖത്ത്, നഖ്ശബന്ദി തരീഖത്ത്, റിഫായി തരീഖത്ത്, ദസൂഖി തരീഖത്ത് ഇന്ന് നിലനിൽക്കുന്ന തരീഖത്തുകളാണ്. അവർ പലപ്പോഴും നമസ്കരിക്കൂല. ഓൽക്ക് എന്തോ ചില കഴിവുകളുണ്ട്. ഓല നമസ്കാരം നമ്മൾ കാണൂല. യഖൂലൂന യാ ഹാദാ തറക്ത സലാത്തക വലം യഅലമു അന്നി ഉസല്ലി ബിമക്കത്ത. ഒരു സൂഫിനോട് ചോദിക്കാണ്, നിങ്ങൾ നിസ്കരിക്കണില്ലല്ലോ ബഹുമാനപ്പെട്ടവരെ, നിങ്ങൾ നിസ്കരിക്കുന്നത് കാണുന്നില്ലല്ലോ. അപ്പൊ അദ്ദേഹം പറയാണ് ജനങ്ങളോട്, യഖൂലൂന യാ ഹാദാ തറക്ത സലാത്തക, നിങ്ങൾ നിസ്കാരം ഒഴിവാക്കി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. വലം യഅലമു അന്നി ഉസല്ലി ബിമക്കത്ത, ഞാൻ നിസ്കരിക്കുന്നത് ഇവിടെ അല്ല, മക്കയിലാണ്. അപ്പൊ അയാൾ ഇവിടെ ഉണ്ട്. പക്ഷെ വേറൊരു തടി, അയാളുടെ ശരീരം മക്കത്ത് നിസ്കരിക്കുന്നുണ്ട്. ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് നോക്കണ്ട, ഞാൻ നോമ്പ് നോൽക്കാതിരിക്കുന്നത് നോക്കണ്ട, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളല്ല നിങ്ങൾ നോക്കേണ്ടത്, ഞാൻ അള്ളാഹുവിന്റെ ആളാണ്. ഇതാണ് തരീഖത്തുകാര് മുഴുവനും ജനങ്ങളെ പഠിപ്പിച്ചത്. നിങ്ങൾ നോക്കൂ, തരീഖത്തിന്റെ ഒരു തരീഖത്തുകാര് ജീലാനിയെ, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഇതിന് ഉത്തരവാദിയേ അല്ല. പക്ഷെ തരീഖത്തുകൾ മെനഞ്ഞുണ്ടാക്കിയ ചില സംഭവങ്ങൾ, സഖാനി റബ്ബി മിൻ കുഊസി ശറാബിഹി ഫഅസ്കറനി ഹഖൻ ഫഹിംതു ബിസക്രതി, എന്റെ റബ്ബ് അവന്റെ പ്രത്യേകമായ പാനീയം എനിക്ക് കുടിപ്പിച്ചിട്ടുണ്ട്. ഞാനത് കുടിച്ചപ്പോ എനിക്കൊരു തരം മതോന്മത്തത ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സാധാരണ മുസ്ലിമീങ്ങളായ നിങ്ങളെപ്പോലെ ഇബാദത്തിലൊന്നും ഞാൻ എന്നെ കാണൂല. എനിക്ക് വേറെന്തോ ഒന്നുണ്ട്. അനകുന്തു ഫിൽ ഉൽയാ ബിനൂരി മുഹമ്മദിൻ, ഞാൻ മുഹമ്മദ് നബിയുടെ പ്രകാശത്തോടൊപ്പം ഉന്നതങ്ങളിലാണ് ഉണ്ടായിരുന്നത്. മുഹമ്മദ് നബിയും അള്ളാഹുവും തമ്മിൽ മെഹറാജിന്റെ രാത്രിയിൽ അള്ളാഹുവുമായി അടുത്ത് ചെന്നപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. സൂഫി തരീഖത്തുകാരൻ സൂഫി പറയാണ്, നബിയും അള്ളയും കൂടി അവിടെ ആ ആകാശലോകത്ത് കണ്ടുമുട്ടിയപ്പോ അമ്പിന്റെ ഞാണും വില്ലും തമ്മിൽ അടുത്ത പോലെ റബ്ബും ഞാനും അടുത്തു എന്ന് സൂറത്തുൽ നജ്മിൽ അല്ലാഹ് പറഞ്ഞിടത്ത് ഞാനുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ ആ സിംഹാസനത്തിന്റെ കവാടത്തിൽ ഞാൻ ഏകനായിട്ടുണ്ടായിരുന്നു. എന്നോട് അല്ലാഹു തആല എന്നെ വിളിച്ചു പറഞ്ഞു, ജീലാനി എന്റെ ഹളറത്തിലേക്ക് കണ്ട് കയറി വാ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ 2 കൈകളിലാണ് ആകാശഭൂമികൾ, ആകാശങ്ങളുടെ മീതെയാണ് എന്റെ 2 കൈ. എല്ലാ ആകാശങ്ങളുടെയും മീതെ എന്റെ 2 കൈയുണ്ട്. മത്സ്യത്തിന്റെ അടിത്തട്ടിൽ, മത്സ്യങ്ങൾ ജീവിക്കുന്ന കടലിന്റെ അടിത്തട്ടിലാണ് എന്റെ ഒരു കൈ. മറ്റേ കൈ ആകാശങ്ങളുടെ മുഴുവൻ മീതെയാണ്. ഇപ്പൊ എവിടെത്തി ഇദ്ദേഹം? ഒരു കൈ മേലിൽ, ഒരു കൈ കടലിന്റെ അടിയിലും ആവുമ്പോ ലോകം മുഴുവനും എന്റെ കയ്യിലാണ്. ഈ ഭൂമിയിൽ എത്ര ചെടികളുണ്ടെന്ന് എനിക്കറിയാം.
ഭൂമിയിൽ എത്ര മണൽത്തരികളുണ്ട് എന്നെനിക്കറിയാം. അള്ളാഹുവിന്റെ ഇൽമ് എനിക്കറിയാം. അള്ളാഹുവിന്റെ ഇൽമിന് എത്ര അക്ഷരങ്ങളുണ്ടെന്ന് എനിക്കറിയാം. തിരമാലകൾ എത്ര എണ്ണമുണ്ട് ഭൂമിയിലെ കടലുകളിൽ നിന്ന് എനിക്കറിയാം. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് ഇബ്രാഹിം നബിനെ തീയിലിട്ടപ്പോ ഞാൻ തുപ്പിയത് കൊണ്ടാണ് തീ കെടുത്തത്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ കണ്ണ് കരഞ്ഞ് കലങ്ങിയപ്പോ എന്റെ തുപ്പുനീര് കൊണ്ടാണ് ആ കണ്ണ് സുഖപ്പെട്ടത്. മൂസാ നബിയുടെ വടി ഫിറഔന്റെ മുമ്പിലിട്ടപ്പോ പാമ്പായി മാറിയ മുഅ്ജിസത്ത് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ വടിയാണ് എന്ന് തുടങ്ങി ഞാനാണ് അല്ലാഹു, ഞാനാണ് റബ്ബ് എന്ന് പറയുന്നിടത്തേക്ക് സൂഫി സമൂഹമെത്തി. സൂഫി തരീഖത്തുകൾ, ആ തരീഖത്തുകളെ ആണ് ഇന്ന് അവസാനം പറഞ്ഞ് ഒടുവിൽ മടവൂർ പടച്ചോനാണ്. ഇതിങ്ങനെ ഒരു നൂറ്റാണ്ടുകളുടെ തുടർച്ചയാണ്. അവസാനം ഈ മടവൂർ എന്ന് പറയുന്ന മാനസിക രോഗിയായ ഒരു മനുഷ്യൻ, ഒരിക്കലും ദീനിന്റെ അടിസ്ഥാനപരമായി ജീവിക്കുകയോ പഠിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു മനുഷ്യൻ ആ ജാറത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ ചില്ലിക്കാശിന് വേണ്ടി മാത്രം പണ്ഡിതന്മാരെ കൊണ്ട് അവൻ പടച്ചോനാണ് എന്ന് പറയിപ്പിക്കുകയും അത് ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി. എന്തിനാണത്? അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് റമദാനിൽ വെള്ളം കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആളുകൾക്ക് എല്ലാവർക്കും അറിയാം, സ്വർണ്ണമോതിരം ഇട്ട് നടത്തിയിരുന്ന മാനസിക രോഗിയാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തെ അവസാനം മടവൂർ പടച്ചോനാണെന്ന് സംശയിക്കുന്നവർ പാപ്പികളാണ്. ആരാണോ ഹുവ ആരാണോ അത് മടവൂരാണ്. പടച്ചോന്റെ ഭാഗത്തേക്ക് ഉയർത്തുന്ന അപകടകരമായ സൂഫിസം സമൂഹത്തിലേക്ക് കയറി വന്നത് ബിദ്അത്തുകളിൽ കൂടിയാണ്. മെല്ലെ മെല്ലെ പടച്ചവന് മാത്രം, അല്ലാഹുവിനോട് മാത്രമുള്ള പ്രാർത്ഥന. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ആ എന്ന തൗഹീദിന്റെ അടിസ്ഥാനപരമായ കാര്യത്തിൽ നിന്ന് തെറ്റിയപ്പോൾ മെല്ലെ പറഞ്ഞ് അവസാനം ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ ഒരു മനുഷ്യൻ പടച്ചോനാണെന്ന് പറയുന്ന പൗരോഹിത്യത്തിന്റെ അപകടകരമായ കൈകളിലാണ് മുസ്ലിം സമൂഹം പെട്ടിട്ടുള്ളത് എന്ന് സഹോദരന്മാരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയവർ മനസ്സിലാക്കണം. അന്ധവിശ്വാസം കൂടി വരികയാണ്. അക്രമങ്ങളും തോന്നിവാസങ്ങളും ഒരു ഭാഗത്ത് കൂടി വരുമ്പോൾ ഈ സൂഫിസം, അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഏത് രാജ്യത്ത് ഏത് കാലഘട്ടത്തിലെയും ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അറിയാം, സൂഫികളെ ആദരിച്ചിട്ടുണ്ട്. സൂഫികൾക്ക് പ്രത്യേകമായ പരിഗണന നൽകിയിട്ടുണ്ട്. സൂഫികൾക്ക് മഹത്വം നൽകി ആദരിക്കുകയും തൗഹീദി വിഭാഗത്തെ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞവരെ അടിച്ചമർത്തുകയും ചെയ്തതാണ് ചരിത്രം. അതിനാൽ നാം പടച്ചവനിലേക്ക് മടങ്ങുക, അള്ളാഹുവിനെ പറ്റി അറിയുക. നമുക്ക് പ്രാർത്ഥിക്കാനും തേടാനും തവക്കുലാക്കാനും വഴിപാടുകൾ നേരാനും ഉള്ളത് ഈ റബ്ബായ തമ്പുരാൻ മാത്രമാണ്. അവനാണ് നമ്മുടെ റബ്ബ്, അവനാണ് നമ്മുടെ ഇലാഹ് എന്ന വിശ്വാസം, തൗഹീദ് മുറുകെ പിടിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംൻ ഉലൈക മുഹ്തദൂൻ. അപ്പോൾ നമ്മളെ പിശാച് നമ്മളെ വിശ്വാസത്തിൽ നിന്ന് മെല്ലെ മാറ്റിക്കൊണ്ടുപോയി ആരൊക്കെയോ നമ്മളെ തട്ടിത്തിരിച്ച് അനാചാരങ്ങളിൽ കൂടി, അനാചാരത്തിന്റെ അന്തിമ അവസ്ഥ അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കുന്ന ഇബാദത്തുൽ ഔസാൻ, ബിംബാരാധനയിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. അതാണ് അല്ലാഹു പറഞ്ഞത്, ഇന്ന ശൈത്വാന ലക്കും അദുവ്വൻ ഫത്തഖിദൂഹു അദുവ്വ. പിശാച് നിങ്ങളുടെ ബദ്ധശത്രുവാണ്, അവനെ ശത്രുവായി തന്നെ കാണണം എന്ന് അല്ലാഹു തആല സൂചിപ്പിച്ചത് അതാണ്. അതിനാൽ നാം അല്ലാഹുവിലേക്ക് മടങ്ങുക. അല്ലദീന ആമനു, വിശ്വസിച്ചിട്ടുള്ള ആളുകൾ,
വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, ആ ഈമാനിൽ ശിർക്കിന്റെ അംശം പോലും ഇല്ലാത്ത ആളുകൾ. അതാണ് ദുൽമ്, അശ്ശിർക്ക. അതായത് പടച്ചവനാണ് രക്ഷകൻ, പടച്ചവനെയാണ് ഞാൻ ആരാധിക്കുന്നത്, അല്ലാഹുവല്ലാത്ത മറ്റൊരാളോടും ഞാൻ ആരാധിക്കുകയോ പ്രാർത്ഥന വഴിപാടുകൾ അർപ്പിക്കുകയോ ഇല്ല, അവനിലല്ലാതെ ആരിൽ നിന്നും ഞാൻ രക്ഷ ആഗ്രഹിക്കുന്നില്ല എന്ന ആ ഒരു വിശ്വാസം നിലനിർത്തിക്കൊണ്ട് വിശ്വസിച്ച ആളുകൾ ഉലൈക ലഹുമുൽ അംന്, അവരാണ് നിർഭയത്വം ഇഹലോകത്തും പരലോകത്തും. വഉലൈക ഹും മുഹ്തദൂൻ, അവരാണ് ഹിദായത്ത് നേടിയവർ. ആ ഹിദായത്ത് നേടിയവരിൽ ഉൾപ്പെടാൻ നാം അള്ളാഹുവിനെ അറിയുക, അള്ളാഹുവിനുള്ള വിശ്വാസത്തെ അറിയുക. എന്നിട്ട് അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ തൗഹീദിലും അടിയുറച്ച് ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അന്ധവിശ്വാസത്തിലേക്കും അനാചാരങ്ങളിലേക്കും നയിക്കുന്നവർക്ക് അള്ളാഹു തആല ഹിദായത്തും സൽബുദ്ധിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ അറിവില്ലാത്ത ജനങ്ങൾ തിന്മയിൽ പെട്ടുപോകുന്നതിൽ നിന്ന് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. രോഗികളും കഷ്ടപ്പെടുന്നവരുമായ ആളുകൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുമായ ആളുകൾക്ക് അല്ലാഹു തആല ശാന്തിയും ശമനവും നൽകി അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും നന്മയും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ഉമ്മ, ഉപ്പ, സഹോദരി, സഹോദരന്മാർക്കെല്ലാം അല്ലാഹു തആല അവരുടെ ഖബർ ജീവിതം നന്നാക്കി കൊടുക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما واغفر للمؤمنين والمؤمنات امين برحمتك.